സുഹൃത്തുക്കളെ, കേരളത്തിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ കാസർഗോഡത്തെ റാണിപുരത്തെ കാണിട്ട് ഞാൻ ഇപ്പൊ കയറാൻ 3-4 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം അതിന്റെ മേലേക്ക് ഒന്ന് എത്തണമെങ്കിൽ. നമ്മളൊരു ആഗ്രഹം സാധിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ താണ്ടി അങ്ങ് പ്രശ്നമില്ലാന്നല്ലേ. അങ്ങനെ ഞാൻ എന്റെ ഡ്രീമിലേക്ക് പോട്ടെ. നല്ല തണുപ്പ് മൂടൽ മഞ്ഞലെന്ന് പറഞ്ഞ് നമ്മുടെ റാണിപുരത്തിന്റെ മലിന്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല കാടും കാട്ടുപോത്തും പുലികളെല്ലാം ഉള്ള നല്ല ഫോറസ്റ്റ് ഏരിയ തന്നെ വേണമെങ്കിൽ പറയാം. മേഘങ്ങളെല്ലാം മലിനെ തൊട്ട് നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഫുള്ള് കാടും പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ അട്ടന്റെ കടി നമുക്ക് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. കേരളത്തിന്റെ മിനി ഊട്ടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പഴയ പേര് എന്ന് പറഞ്ഞാൽ മാടത്തുമല. പിന്നെ അവിടെ കയറി പോകുമ്പോൾ അടുത്ത മരത്തിലെല്ലാം ഓരോ മരത്തിന്റെ പേര് എഴുതി. വനം വകുപ്പ് സംരക്ഷിക്കുന്ന കുറെ മരങ്ങൾ ഉണ്ടാവല്ലോ, അതെല്ലാം അവിടെ കാണാൻ കഴിയും നമുക്ക്. ഇതിന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഭൂമിയിൽ നിന്ന് 4000 അടി മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റാണിപുരത്തിന്റെ എൻട്രൻസ് നിന്നും നമുക്ക് മേലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട്. കാട് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടില്ലേ നമുക്ക് ആർക്ക് ബോട്ടിൽ പ്ലാസ്റ്റിക് ഐറ്റം ഒന്നും കൊണ്ടുപോകാൻ പറ്റും. മലിന്റെ മേലേക്ക് എത്താൻ വേണ്ടിട്ട് അവര് വേറെ തന്നെ വഴിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. പഴയ കാലം മുതൽ തന്നെ ആൾക്കാർ നടന്നു പോയ വഴി, ആ ഒരു വഴിയിൽ തന്നെ നമുക്ക് നടക്കുമ്പോ ആ ഒരു ഫീലും കൂടി കിട്ടും. ഞങ്ങൾ നടന്ന് കുറച്ച് മേലേക്ക് എത്തുമ്പോ ഒരു ഇരിക്കുന്ന സീറ്റ് കിട്ടി. ആ കാട്ടിനുള്ളിലത്തെ മരത്തിന്റെ കാറ്റെല്ലാം കൊണ്ടിട്ട് നല്ലൊരു ഇരുന്നിട്ട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ആടുന്ന് മെല്ലെ മല കയറാൻ ഇങ്ങനെ തുടങ്ങി. അങ്ങനെ മലിന്റെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ എത്തിയിട്ടാകുമ്പോ നല്ല അത്രയും മുഞ്ചുള്ള ഒരു സ്ഥലം നമുക്ക് മേലെ കാണാൻ കഴിഞ്ഞു. ഗൈസ്, അപ്പൊ നടന്ന് മേലെ എത്തിയിട്ടാകുമ്പോ ഇതാ വിശാലമായ നല്ലൊരു പുല്ലിന്റെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പുൽപ്രദേശം നല്ല രസമുണ്ട് കാണാന്. അപ്പൊ നമുക്ക് ഈ ഒരു വഴി എങ്ങനെ പോണതാ, ഇവിടുന്നാണ് വന്നത്. ഈ ആ ബാക്ക് ഒന്ന് കാണിച്ചേ. ആ ബാക്ക് ഇതാ ഈ ഒരു വഴി കൂടെ വന്നത്. ഈ ഒരു വഴി കൂടെ വന്നിട്ട് ഇനിയിപ്പോ ഇങ്ങനെ പോണതാ. ഇതിൽ കൂടെ ഇങ്ങനെ നടക്കണം. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മേലോട്ട് പോവാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ആടുന്ന് നമുക്ക് മലയിലെ ആകാശത്തിലേക്ക് മുട്ടി നിന്ന പോലെ നമുക്ക് കാണാം. ഭൂമിയിൽ അത്ര ഹൈറ്റ് ആയതുകൊണ്ട് തന്നെയല്ലേ നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ജീവിതത്തിലില്ല പ്രകൃതി ആസ്വദിക്കുന്നതിന്റെ അത്ര ഒരു ചേല് വേറെന്തിനും കിട്ടും. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് കുറെ ആൾ നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മേലെ എത്തുമ്പോൾ നല്ലൊരു മാടക്കൂട് പോലത്തെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ചെറിയൊരു പുല്ല് മേഞ്ഞ കാണുമ്പോൾ നല്ലൊരു ചേല് ഭംഗിയുള്ള ഒരു ഷെഡ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് ആടെയും നിന്നിട്ട് വർത്താനം പറഞ്ഞ് പിന്നെ ഫോട്ടോ എല്ലാം എടുത്ത ശേഷമാണ് ഞങ്ങൾ ആടുന്ന് പോയത്. പിന്നെ ഞങ്ങൾ നേരെ നടക്കാൻ പോകുമ്പോഴേക്ക് ഞങ്ങൾക്കൊരു കൂറ്റൻ പാറയുണ്ട്. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാകുന്ന തരത്തിലുള്ള ഒരു പാറ, വലിയ പാറ. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരു മല പകുതി കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല മഴ കിട്ടി. മഴ വന്നു ഗൈസ്. ഏതാ സുഹൃത്തുക്കളെ, അപ്പൊ ഞങ്ങൾ മല കയറിയിട്ട് ഒരു പകുതി ആകുമ്പോൾ തുടങ്ങിയ മഴ ഞങ്ങൾ മേലെ എത്തിയിട്ട് എല്ലാ വ്യൂവും കണ്ട ശേഷമാണ് ആ വന്ന മഴ കുറച്ചും കൂടി ഒന്ന് കുറയുന്നത്. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ മഴ നഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റാണിപുരം ട്രിപ്പിലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ചൂട് കാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിൽ മഴക്കാലമായെങ്കിലും അട്ട നമുക്ക് കാണാം. ആ കാട്ടിനുള്ളിൽ കാണുന്ന അട്ട കടിച്ചാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ ഞാൻ പോകുമ്പോഴേക്ക് ചെറിയൊരു നല്ലൊരു മരം കണ്ട, അതിൽ ഞാൻ തൂങ്ങി പിടിച്ചു. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കല്ല ഈ മലിന്റെ സൈഡിൽ നിന്ന് തെന്നി വീണിട്ട് താഴേക്ക് പോയെങ്കിൽ അതിന്റെ ഒരു പൊടി പോലെ നമ്മൾ കിട്ടാറ്. അപ്പൊ ഇങ്ങനത്തെല്ലാം പോകുന്നവർ എന്തായാലും ഒന്ന് സേഫ് ആയിട്ട് പോവാം. അപ്പൊ ഏകദേശം ഞങ്ങൾ അതിന്റെ മേലെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. മഴ നിർത്താത്തതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം പിടിക്കാതെ മേലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ മേലുള്ള വ്യൂ പോയിന്റ്. അപ്പൊ ഇതിനേക്കാളും നല്ല വൈബായിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന്, നിങ്ങൾ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിക്കോളിട്ടാ. ആ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പൊട്ടിച്ചമർത്തിയാല് ഞാനെടുത്ത പുതിയ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.